സനാതനം ധർമ്മപാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ സംഗമവും പ്രൗഢ സംഗമവും നടന്നു. സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുവാൻ പോകുന്ന രാമായണ സംഗമത്തിൻ്റെയും പ്രൗഢ സംഗമത്തിൻ്റെയും സംസ്ഥാനതല ഉദ്ഘാടനമാണ് കോഴിക്കോട് കേസരി ഭവനിൽ നടന്നത്. സംഗമം പാഠശാലയുടെ അധ്യാപകനും സംയോജകനുമായ ശ്രീ രാജേഷ് നാദാപുരം ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ റിട്ടയർഡ് ഓഫീസർമാർ പങ്കെടുത്ത പ്രൗഢ സംഗമം പാഠശാലയുടെ പ്രൗഢി തന്നെ വിളിച്ചറിയിക്കുന്നതായിരുന്നു. പാഠശാലയുടെ യുവസാരഥി കോർഡിനേറ്റർ ശ്രീമതി രസനാജിയുടെ പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിച്ചു. വളരെ കൃത്യതയോടെ പ്രോഗ്രാം ആങ്കർ ചെയ്തതും രസനാജി ആയിരുന്നു. പാഠശാലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ സജുജി സ്വാഗതം പറഞ്ഞു. പാഠശാലയെക്കുറിച്ച് ഒരു ചെറു വിവരണം തന്നെ അദ്ദേഹം നടത്തിയത് പുതുതായി പ്രോഗ്രാമിനെത്തിയവർക്ക് ഗുണകരമായി. സനാതനം ധർമ്മപാഠശാല കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ വത്സരാജ് അധ്യക്ഷനായിരുന്നു. രാമായണ സംഗമത്തെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ശ്രീരാമ ഭഗവാന്റെ പ്രസക്തിയെക്കുറിച്ചും പ്രൗഢ സംഗമത്തെക്കുറിച്ചും സുദീർഘമായി അദ്ദേഹം സംസാരിച്ചു. സനാതനം ധർമ്മപാഠശാല കോഴിക്കോട് ജില്ലാ രക്ഷാധികാരി ശ്രീ സുരേന്ദ്രമോഹൻ കരുവാറ്റ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനുമായ ശ്രീ രാജേഷ് നാദാപുരം കേരളത്തിലുടനീളം പ്രൗഢ സംഗമം സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം വിശദീകരിച്ചു. നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നടയാളപ്പെടുത്തുവാൻ, ശിഷ്ടകാലം സമാജത്തിൻ്റെ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ, പാഠശാലയുടെ ഭാഗമാകുവാൻ അദ്ദേഹം പറഞ്ഞു. പ്രൗഢ സംഗമത്തിൽ പങ്കെടുത്തവർ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അനുഭവങ്ങൾ പങ്കുവച്ചു. ചില നിർദ്ദേശങ്ങൾ അറിയിച്ചു. എല്ലാവരും പരിചയപ്പെട്ടു. ചിലർ സംശയങ്ങൾ ചോദിച്ചു. ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് സ്വസ്ഥമായി വീട്ടിൽ സ്വൈരജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് സമാജത്തിന് വേണ്ടി പലതും ചെയ്യുവാനുണ്ട് എന്ന് ശ്രീ രാജേഷ് ജി ഓർമ്മിപ്പിച്ചു. പിന്നീട് റിട്ടയർഡ് ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഈ സ്വസ്ഥത ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവും. ജോലി ചെയ്തതിനു ശേഷവും നമുക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ മനസ്സിന് സമാധാനം ഉണ്ടാവും. മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്വസ്ഥത. വിവിധ മേഖലകളിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ഇപ്പോൾ സ്വസ്ഥമായിരിക്കുന്ന നിങ്ങൾക്ക് രാജേഷ് ജി എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറഞ്ഞു. പാഠശാലയുടെ മലബാർ മേഖലാ കൺവീനർ പ്രസന്നൻ പ്രണവം പ്രൗഢ സംഗമത്തെ അഭിസംബോധന ചെയ്തു. ധാരാളം ജീവിത അനുഭവങ്ങളുള്ളവരും ഏതൊരു വിഷയത്തെയും തന്മയത്വത്തോടെ നേരിടുവാൻ സാധിക്കുന്നവരുമാണ്. സമാജം ഇന്നു നേരിടുന്ന പല വിഷയങ്ങളും നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. നമ്മുടെ യുവതലമുറ ഇന്ന് നേർവഴിക്കല്ല സഞ്ചരിക്കുന്നത്. അവർക്കൊരു വഴികാട്ടിയായി നേർവഴിക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പാഠശാല സമാജത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികൾ സനാതന വിശ്വാസികളിലെത്തുവാൻ നിങ്ങൾ കുറച്ചു സമയം പാഠശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പാഠശാലയുടെ കോഴിക്കോട് ജില്ലാ ട്രഷറർ ശ്രീ ഗംഗാധർജി കൃതജ്ഞത പറഞ്ഞതോടെ യോഗ നടപടികൾ അവസാനിച്ചു.